ഹായ്, സുഖല്ലേ? ഞങ്ങൾക്ക് ആരിഫ് ഹുസൈൻ്റെ ഇപ്പോൾ ഒരു പുതിയ വീഡിയോ കാണിച്ചു തരാം. അതിൽ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഒരു ഉസ്താദിൻ്റെ ഒരു ആയത്തിനെ കുറിച്ചിട്ട്, പിന്നെ ഫിഖിലെ ഒരു വാക്കിനെ കുറിച്ചിട്ടാണ് ഇവൻ വിശദീകരിക്കുന്നത്. അതിലെന്താ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമിയിലുള്ള മനുഷ്യർ, അതായത് ഇപ്പോൾ ഭൂമിയിലെ ഉമ്മ, സഹോദരി, മക്കള്, ഇവരൊക്കെ സ്വർഗത്തിൽ വെച്ച് കല്യാണം കഴിക്കാമെന്നുള്ള ഒരു പുതിയ ആയത്തും കൊണ്ട് അവൻ വന്നിക്കുകയാണ്. ആദ്യം വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വർഗീയത കൊണ്ട് മാത്രം ജീവിക്കാൻ പഠിച്ച ഒരു ലണ്ടൻ മണ്ടനാണ് ഈ ആരിഫ് ഹുസൈൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാലും ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണ, ആരും ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് തോന്നണ്ട വിചാരിച്ചിട്ടുള്ള ഒരു റിപ്ലൈ ആണ്. നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കാണും, ബാക്കിയാ പിന്നെ പറഞ്ഞേക്കാം. സ്വർഗത്തിലെ ഇൻസെസ്റ്റും കൂടി ഒന്ന് കേട്ടോളൂ. ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവിസ്ഥിതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താഫി ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദനബി തുടങ്ങി വിവാഹം. ഈ ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ്. കാരണം ഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അൻ നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മളുടെ മാതാവിന്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറൂഅ്, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറൂഉം നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും, ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടെ ഇത് ഒഴികെ എന്നാണ് പറഞ്ഞത്. തിരുമണ്ട, ലണ്ടൻ മണ്ട, അതൊഴികെ ഉമ്മാനി സഹോദരിയെയും പിന്നെ നമ്മളെ രക്തബന്ധം, മക്കള്, ഇങ്ങനത്തെ ഒഴികെ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം എന്നാ പറഞ്ഞു. ഇങ്ങനെ മറ്റേ എന്താ പറയുക, ഇതിലെ മീശമാധവനിലെ മ്യൂസിക് വിട്ടിട്ട് ഇങ്ങനെ കാട്ടിയിരുന്ന ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ലാതെ ഇത് സത്യ. അതായത് ഈ ഉമ്മ ആയാലും ശരി, ഉമ്മ ആയാലും ശരി, വല്യമ്മ ആയാലും ശരി, മക്കളായാലും ശരി, പെങ്ങളായാലും ശരി, ഇവരെ ഒഴികെ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കേൾക്കണോ ഒന്നുകൂടി? ഇതാ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മളുടെ മാതാവിന്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറൂഅ്, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറൂഉം നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും, ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. കേട്ടോ? അതായത് ആ ഒരു ബന്ധം. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനിയിപ്പോ മോലിയർ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞില്ല എന്നുള്ളതല്ല, ഇതിന്റെ ഒരു യഥാർത്ഥ വശം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആരുടെ? നമുക്ക് ജമനോട് ചോദിക്കാം. ജമന്റെ അഭിപ്രായത്തോടാണല്ലോ ഓൻ ഇപ്പൊ നടക്കുന്നതും മറ്റുള്ളവരെ മതം പഠിപ്പിക്കാറങ്ങളും. അപ്പൊ ജമനോട് തന്നെ ഞാൻ ചോദിക്കാം. അതാ ജമനോട് ഞാൻ വിടുന്നുണ്ട് കേട്ടോ. കണ്ടോ? ആ ജമനി, ഈ ഫിഖിലെ ഈ അറബി വാക്കിന്റെ അർത്ഥം എന്താണെന്നൊന്ന് മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തരുമോ? ഇത് ഖുർആനല്ല കേട്ടോ, ഫിഖിലെ ആണ് ഇപ്പൊ അവൻ കാണിച്ചത്. അതന്നെ ചിത്രം നൽകിയിരിക്കുന്ന അറബി വാചകവും അതിന്റെ മലയാളം അർത്ഥവും താഴെ നൽകുന്നു. അറബി വചനം ടെക്സ്റ്റ്: من الزوجين بصاحبه وهو من الشرائع القديمة من لدن آدم ويستمر حتى في الجنة فإنه يجوز. മലയാളം അർത്ഥം, മലയാളം മീനിങ്, വരി വരിയായുള്ള അർത്ഥം, വേർഡ് ബൈ വേർഡ്. മിന സൗജൈനി ബി സാഹിബിഹി,
മിനജ് സൗജൈനി ബി സ്വാഹിബിഹി, ദമ്പതികളിൽ ഒരാൾ തന്റെ പങ്കാളിയെക്കൊണ്ട്. ഉദ്ദേശിക്കുന്നത് നിക്കാഹ് ബൈ വിവാഹം മൂലമുള്ള സന്തോഷം അല്ലെങ്കിൽ പരസ്പരമുള്ള അവകാശം. വഹുവ മിനശ് ശറാഇഇൽ ഖദീമതി വഹുവ മിനശ് ശറാഇഇൽ ഖദീമ, ഇത് മുൻകാല ശരീഅത്തുകളിൽ ദിവ്യനിയമങ്ങളിൽപ്പെട്ട ഒന്നാകുന്നു. മിൻ ലദൻ ആദമ മിൻ ലദുൻ ആദമ ആദൻ നബി ആമൈനസിയുടെ കാലം മുതൽക്കേ ഉള്ളതാണ്. വയസ്തമിറു ഹത്താഫിൽ ജന്നതി വയസ്തമിറു ഹത്താഫിൽ ജന്നഹ, മാത്രവുമല്ല ഇത് സ്വർഗത്തിൽ പോലും തുടരുന്ന ഒന്നാണ്. ഫഇന്നഹേ യജൈസെ ഫഇന്നഹു യജൂസു, എന്നാൽ അത് അനുവദനീയമാണ് ബൈ സാധുവാകുന്നു. സാരം, ഓവറോൾ മീനിംഗ് സമ്മറി. ദമ്പതികൾ തമ്മിലുള്ള ഈ ബന്ധം നിയമം ആദം നബി ആയുടെ കാലം തൊട്ടേയുള്ള മുൻകാല ദിവ്യനിയമങ്ങളിൽ പെട്ടതാണ്. അത് സ്വർഗത്തിൽ പോലും തുടർന്നു പോകുന്ന ഒന്നുമാണ്. അതിനാൽ അത് അനുവദനീയമാകുന്നു. ശ്രദ്ധിക്കുക, ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ സാധാരണയായി നിക്കാഹ് വിവാഹം എന്ന ഇബാദത്തിന്റെ മഹത്വവും അതിന്റെ തുടർച്ചയും വിശദീകരിക്കുമ്പോൾ നൽകുന്ന പ്രശസ്തമായ ഒരു വരിയാണ് ഇത്. ഇത് ഖുർആനിലുള്ളതാണോ ഫിഖ്ഹിലുള്ളതാണോ? ഇത് ഖുർആനിലുള്ള വാചകമല്ല, മറിച്ച് ഫിഖ്ഹ് ഇസ്ലാമിക നിയമശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് ഫിഖ്ഹിൽ ഉള്ളതാണ് എന്ന് പറയുന്നത്? 1. ഗ്രന്ഥത്തിന്റെ ശൈലി. ഖുർആൻ സൂക്തങ്ങൾ വ്യക്തമായ വചനങ്ങളായിട്ടാണ് അവതരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ചിത്രത്തിലുള്ളത് ഫിഖ്ഹ് പണ്ഡിതന്മാർ നിയമങ്ങളും വിധികൾക്കുള്ള കാരണങ്ങളും വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന വചനശൈലിയാണ്. തുഹ്ഫത്തുൽ മുഹ്താജ്, ഫതുഹുൽ മുഈൻ തുടങ്ങിയ പ്രശസ്തമായ ഷാഫിഈ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ കാണാം. 2. സന്ദർഭം. വിവാഹത്തിന്റെ നിക്കാഹ് പ്രാധാന്യം ഇനി ഞാൻ അത് കേട്ടില്ല എന്ന് പറയും. മഹത്വവും വ്യക്തമാക്കുന്ന ഭാഗത്താണിത്. മറ്റ് ഇബാദത്തുകൾ, ഉദാഹരണത്തിന് നിസ്കാരം, നോമ്പ്, പരലോകത്ത് സ്വർഗത്തിൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ നിക്കാഹ് ദമ്പതികൾ തമ്മിലുള്ള ബന്ധം ദുനിയാവിലും ആദം നബിയുടെ കാലം മുതൽ ഉള്ളതാണ്, സ്വർഗത്തിലും അത് തുടരും എന്ന് വ്യക്തമാക്കുന്ന ഫിഖ്ഹിന്റെ വരികളാണിത്. 3. ആദം എന്നെഴുതിയ രീതി. വാചകത്തിനിടയിൽ ആദമെ ഓഫ് എന്ന് കാണാം. ഇതിലെ എന്നത് അലൈഹിസ്സലാം എന്നതിന്റെ ചുരുക്കെഴുത്താണ്. ഖുർആനിക സൂക്തങ്ങളിൽ ഇത്തരത്തിൽ ചുരുക്കെഴുത്തുകൾ ഉപയോഗിക്കാറില്ല. ശരി, ഇതിന്റെ ഒരു അവസാനത്തെ സംശയമാണ്. ഖുർആനിലോ ഫിഖ്ഹിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിന്റെ നിയമത്തിൽ ഏതെങ്കിലും എവിടെയെങ്കിലും സ്വന്തം സഹോദരിയെ ഭൂമിയിൽ വെച്ചോ അതല്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ചോ അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് വിവാഹം കഴിക്കാം? സ്വന്തം സഹോദരിയെ, മകളെ, അതല്ലെന്നുണ്ടെങ്കിൽ ഉമ്മയെ, അങ്ങനെ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? അതോ അത് കള്ളമാണോ? അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ. ഇസ്ലാമിക നിയമപ്രകാരം ഖുർആനിലും ഫിഖ്ഹിലും സ്വന്തം ഉമ്മ, മകൾ, സഹോദരി തുടങ്ങിയ അടുത്ത രക്തബന്ധത്തിലുള്ളവരെ, മഹ്റമുകളായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് ഇൻറ്റുമുറ്റും നിഷിദ്ധമാണ്, ഹറാമാണ്. ഭൂമിയിലായാലും സ്വർഗത്തിലായാലും ഇത് ഒരിക്കലും അനുവദനീയമല്ല. ഇക്കാര്യത്തിൽ ഇസ്ലാമിലെ എല്ലാ പണ്ഡിതന്മാരും ഏകകണ്ഠമായി യോജിച്ചിട്ടുണ്ട്. ഇജ്മാ. 1. ഖുർആൻ വ്യക്തമായി നിരോധിച്ച ബന്ധങ്ങൾ. വിവാഹം കഴിക്കാൻ പാടില്ലാത്ത രക്തബന്ധങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിൽ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 23 മിനിറ്റ് കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങളുടെ മാതാക്കൾ, നിങ്ങളുടെ പുത്രിമാർ, നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ പിതൃസഹോദരിമാർ, നിങ്ങളുടെ മാതൃസഹോദരിമാർ, സഹോദരപുത്രിമാർ, സഹോദരീ പുത്രിമാർ എന്നിവരെ വിവാഹം കഴിക്കൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. സൂറ അൻ-നിസാ 23. 2. എന്തുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്? ആദം നബി ഐയുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ ചില കഥകൾ കേട്ടാണ് ആളുകൾക്ക് ഇത്തരം സംശയങ്ങൾ ഉണ്ടാകാറുള്ളത്. ആദം ഐയുടെ മക്കളുടെ കാര്യത്തിലെ പ്രത്യേക സാഹചര്യം, മനുഷ്യവംശത്തിന്റെ തുടക്കത്തിൽ ആദം ആക്കും ഹവ്വ റക്കുമല്ലാതെ ഭൂമിയിൽ വേറെ മനുഷ്യർ ഇല്ലായിരുന്നു. അന്ന് ഓരോ പ്രസവത്തിലും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇരട്ടകളായി ജനിച്ചിരുന്നു. അക്കാലത്ത് ഒരു പ്രസവത്തിൽ ജനിച്ച ആൺകുട്ടി അടുത്ത പ്രസവത്തിൽ ജനിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അന്നത്തെ പ്രത്യേക നിയമപ്രകാരം അനുവാദമുണ്ടായിരുന്നു. അല്ലാതെ ഒരേ പ്രസവത്തിൽ ജനിച്ച സ്വന്തം ഇരട്ട സഹോദരിയെ അന്നും വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. പിന്നീടുള്ള നിയമം മനുഷ്യവംശം വർദ്ധിച്ചതോടെ ആ താത്കാലിക നിയമം അള്ളാഹു എന്നേക്കുമായി റദ്ദാക്കുകയും മൻസൂഖാക്കുകയും സ്വന്തം സഹോദരിമാരെയും അടുത്ത രക്തബന്ധുക്കളെയും വിവാഹം കഴിക്കുന്നത് പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തു. 3. സ്വർഗത്തിലെ അവസ്ഥ. സ്വർഗത്തിൽ ചെന്നാലും അള്ളാഹു ഖുർആനിലൂടെയും നബി അസലൂടെയും ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ ഇത്തരം ബന്ധങ്ങൾ അള്ളാഹു അനുവദിച്ചു നൽകുകയില്ല. സ്വർഗം പരിശുദ്ധമായ സ്ഥലമാണ്. അവിടെ ഇത്തരം തെറ്റായ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. ചുരുക്കത്തിൽ, സ്വന്തം ഉമ്മയെയോ മകളെയോ സഹോദരിയെയോ വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു എന്നത് പൂർണ്ണമായും കള്ളവും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ കാര്യമാണ്.
ഖുർആനും ഫിഖുഹും ഇത്തരം ബന്ധങ്ങളെ കർശനമായി വിലക്കിയിട്ടുണ്ട്. കർശനമായി വിലക്കിയിട്ടുണ്ട് എന്ന് സംഭവം കേട്ടില്ലേ? ഇവനൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നത് എത്രത്തോളം വലിയ പച്ചക്കളവാണ് എന്നുള്ളത്. ഇതന്നെ സംഭവം, വേറെ ഒന്നുമല്ല. ഇത് തന്നെ ഉണ്ടാക്കി പോരുന്നത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എവിടെ വേണമെങ്കിലും അടിച്ച് പരിശോധിക്കാം. ഇസ്ലാം ഈ ഭൂമിയിൽ വെച്ചോ അതല്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ചോ നരകത്തിൽ വെച്ചോ എവിടെയെങ്കിലും വെച്ചോ സ്വന്തം രക്തബന്ധത്തിന് മാതാവ്, സഹോദരി, മകള്, മകന് ആരോ ആയിക്കോട്ടെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അത് ഇവിടെയും അവിടെയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. പിന്നെ ഇവന്റെ പാവം മരിച്ചുപോയി എന്നാലും പറ, ആ ഉമ്മയുടെ അടുത്തേക്ക് ഈ അസുഖം കൊണ്ട് ചെന്നു. ഉമ്മ എന്ത് ചെയ്തു? പിടിച്ച് പുറത്തേക്ക് ഇട്ടു. അന്ന് തുടങ്ങിയതാ. ഇവന്റെ സ്വന്തം സഹോദരി തന്നെ പറയുന്നുണ്ടല്ലോ ഇവനെ കുറിച്ചിട്ട്. ഇവന്റെ ഉമ്മാനോട് ചോദിച്ചത്ര ഇവന്റെ സ്വന്തം സഹോദരി അവനെ ചുമന്ന ഗർഭപാത്രത്തിൽ എന്തിനാ എന്നെ പ്രസവിച്ച്? അത് കാരണം നാട്ടുകാരുടെ മുമ്പിൽ പുഴുത്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരു സഹോദരി പറയാണ്. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് നാട്ടുകാരെ നന്നാക്കാനും നാട്ടുകാരെ ദീന് പഠിപ്പിച്ചാനും ദീനിനെ പൊളിക്കാനും ഒക്കെ ഇറങ്ങിയിരിക്കണത്. നടന്നത് തന്നെ ഹാർപ്പിക്കുക, നടന്നത് തന്നെ. ഇത്ര ഉള്ളു മോനെ ലണ്ടൻ മണ്ട. അന്നൊക്കെ എന്താ പറഞ്ഞിട്ട് കാര്യം? അന്നൊന്നും മണ്ടാന്ന് വിളിക്കാൻ പറ്റൂല, കാരണം മണ്ടന്മാർക്ക് അത് മാനക്കേടാ. അന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന പേര് പച്ച വർഗീയവാദി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ അപ്പുറത്തേക്ക് അന്നെ ഒന്നും വിളിക്കാൻ പറ്റൂല. പോട്ടെ എന്നാ, ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാ. ശരി എന്നാ.